മദീന പള്ളിയുടെ ചാരത്തിലൂടെ പോകുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വഅദ് പറയുന്നുണ്ട്, ദർസ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് മിസ്അബ് ആലോചിക്കുകയാണ്, എന്താണ് നാളിതുവരെയായി കേൾക്കാത്തൊരു വാചകം. മദീനത്തെ പള്ളിയിൽ നിന്ന് മുഹമ്മദിന്റെ നാവിൻ തുമ്പിലൂടെ ധാരാളം ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് മുഹമ്മദ് മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നതെന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയും മദീന പള്ളിയുടെ ഓരത്ത് ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദർസ് കേൾക്കുന്നതിന് വേണ്ടി മിസ്അബ് ചാരത്ത് ചെന്നിരിക്കുകയും ചെയ്യുന്നു. ദർസ് കഴിഞ്ഞ് മിസ്അബ് വീട്ടിലേക്ക് തിരികെ പോയി വീട്ടിൽ ഉറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മിസ്അബിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്, എന്റെ ജീവിതത്തിൽ നാളിതുവരെയായി കേൾക്കാത്തൊരു വാചകം മുഹമ്മദിന്റെ നാവിൻ തുമ്പിലൂടെ പുറത്തു വരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ നാളിതുവരെയായി ശ്രമിച്ചിട്ടില്ല, ഇതുവരെയായി കേട്ടിട്ടില്ല. എന്റെ ബാക്കിയുള്ള ശത്രുക്കളായ ആളുകളുടെ മീറ്റിംഗിലും യോഗത്തിലും ക്ലാസ്സിലും കൂടിയിട്ട് ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു സംസാരം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടേ ഇല്ല. മിസ്അബിന്റെ മനസ്സിലേക്ക് ഓടി വരുമ്പോ ഹബീബായ നബി തങ്ങൾ മദീന പള്ളിയുടെ ചാരത്തേക്ക് നോക്കുമ്പോ മദീനയിലെ ഏറ്റവും വലിയ ധനാഢ്യനായ പണക്കാരനായ ഉമൈറിന്റെ മകൻ മിസ്അബ് തന്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. കാരണം മിസ്അബ് അങ്ങാടിയിലേക്ക് ഓരോ സമയത്തും ഇറങ്ങുമ്പോ മിസ്അബിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? രാവിലെ ധരിച്ച വസ്ത്രം മിസ്അബ് ഉച്ചക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പം ധരിക്കാറില്ല. ഉച്ചക്ക് ധരിച്ച വസ്ത്രം രാത്രി ഇറങ്ങുമ്പം ധരിക്കാറില്ല. ഓരോ സമയത്ത് പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോഴും മിസ്അബ് അവിടുത്തെ ഫാഷൻ അനുസരിച്ച് വസ്ത്രങ്ങൾ മാറ്റി മാറ്റിയിടുകയാണ്. സ്വഹാബാക്കൾ ഇത് കണ്ട് വേദനിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ധരിച്ച വസ്ത്രമൊന്ന് മാറ്റിയെടുക്കാൻ എന്റെ പിതാവിന് കഴിഞ്ഞിട്ടില്ല, എന്റെ മാതാവിന് കഴിഞ്ഞിട്ടില്ല, എന്റെ ജ്യേഷ്ഠാനുജന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ കുടുംബത്തിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മിസ്അബ് ഓരോ സമയത്ത് പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോഴും വ്യത്യസ്തങ്ങളായ ഫാഷനുകളുള്ള വസ്ത്രം ധരിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ സ്വഹാബാക്കൾക്ക് പോലും വല്ലാത്ത വേദന തോന്നിപ്പോയിരുന്നൊരു കാലത്ത് ആ മിസ്അബ് തന്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നല്ലേ. അല്ലാഹുവിന്റെ റസൂല് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് ഈ മിസ്അബിനെ നീ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചാൽ നിന്റെ ദീനിന് അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മിസ്അബിനെ നീ പരിശുദ്ധ ഇസ്ലാം ആശ്ലേഷിപ്പിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മിസ്അബ് ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിക്കുകയാണ്. എന്റെ അനുചരന്മാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കേൾക്കാത്തൊരു വാചകം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിലൂടെ കേട്ടിരിക്കുന്നുവല്ലേ. മുഹമ്മദ് പറഞ്ഞത് ഒരു കണക്കിന് സത്യമായാലോ. രണ്ടാമത്തെ ദിവസവും ദർസിൽ വന്നിരുന്നു മിസ്അബ്. മൂന്നാമത്തെ ദിവസവും മിസ്അബ് ദർസിൽ വന്നിരുന്നു. വീട്ടിലേക്ക് മിസ്അബ് ചെന്നുകൊണ്ട് മാതാപിതാക്കളോട് പറയുന്നു, ഓ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ ജീവിതത്തിലെ നാളിതുവരെയായി ഞാൻ നിങ്ങൾ പറഞ്ഞത് മുഴുവനും അനുസരിച്ച് ജീവിച്ചു. പക്ഷേ ഇന്നെനിക്ക് ഞാൻ മദീനത്തെ പള്ളിയിൽ മുഹമ്മദ് ക്ലാസ് എടുക്കുമ്പോ അവിടെ പോയി 2 ദിവസത്തെ ദർസിന് കൂടിയപ്പോ എനിക്ക് തോന്നുന്നത് മുഹമ്മദിന്റെ മതമാണ് നല്ലതെന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ മതത്തിൽ നിൽക്കുന്നില്ല.
ഞാൻ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോവുകയാണെന്ന് മാതാപിതാക്കളോട് പറയുമ്പോ പിതാവ് അവിടെ വെച്ച് ശകാരിക്കുകയാണ്. വലിയ പണക്കാരായ ഖുറൈശി തറവാട്ടിലും കാഫിരീങ്ങളുടെ ഭാഗത്ത് വലിയ ആധിപത്യമുള്ള ആളുകളായ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എനിക്കേകനായുള്ള ഏക പുത്രൻ അത് മുഹമ്മദിന്റെ മതം സ്വീകരിക്കുകയോ അരുത് ഒരിക്കലും ചെയ്യരുതെന്ന് മകനോട് പറഞ്ഞെങ്കിലും മകൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഇനി മുതൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി അത് മുഹമ്മദാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ മുഹമ്മദിന്റെ മതത്തിലേക്ക് നീങ്ങുകയാണ്. മിസ്അബ് തങ്ങൾ വീട്ടിൽ ചെന്നുകൊണ്ട് തന്റെ തുണിയും കുപ്പായവും കൊക്കീസിലാക്കിക്കൊണ്ട് കവറിലാക്കി വീട്ടിൽ നിന്ന് മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ പള്ളിയിലെ ദർസിന് കൂടുന്ന മുതല്ലിമായി കൂടാൻ വേണ്ടി മിസ്അബ് തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് യാത്ര പറയുമ്പോ ഉമ്മ ചോദിക്കുന്നു, മോനെ ഉമ്മാന്റെ കുട്ടി എവിടേക്കാ? ഉമ്മയോട് പറയുന്നു, ഉമ്മ മുഹമ്മദിന്റെ മതം സ്വീകാര്യമായ മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ആ മതത്തിലേക്ക് നീങ്ങുകയാണ്. ഉമ്മ പറയുന്നു, പോകല്ല മോനെ, മുഹമ്മദിന്റെ മതത്തിലേക്ക് അടുക്കല്ല. പക്ഷേ മിസ്അബ് റളിയല്ലാഹു അൻഹു അത് കേട്ടില്ല. മിസ്അബ് തങ്ങളതാ യാത്ര പറഞ്ഞ് കവറും പിടിച്ച് തുണിയും കുപ്പായവും എടുത്ത് തന്റെ വലിയ കൊട്ടാരം കണക്കെയുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടുത്തെ പിതാവ് തിരിച്ചു വിളിക്കുകയാണ്, മിസ്അബ് തിരിച്ചിങ്ങോട്ട് വരൂ. ഒരൊറ്റക്കാരൻ പിതാവ് പറഞ്ഞോട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് മിസ്അബിനോട് പൊന്നാരോ ഉപ്പ പറയുന്നു, മിസ്അബ് ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നിന്റെ ശരീരത്തിലുള്ള രക്തം, നിന്റെ ശരീരത്തിലുള്ള മാംസം, നിന്റെ ശരീരത്തിലുള്ള മജ്ജ എല്ലാം ഞാൻ എന്റെ ചോര നീരാക്കി അധ്വാനിച്ചതിന്റെ പ്രതിഫലമായി നീ ഭക്ഷിച്ചുകൊണ്ട് നീ ഉൾപ്പെടുത്ത വസ്ത്രം മുഴുവനും അതെന്റേതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നിടത്ത് നിൽക്കാൻ വയ്യെങ്കിൽ അത് മുഴുവനും എന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന് മിസ്അബ് ഉമൈർ തങ്ങളോട് അവിടുത്തെ പിതാവ് ഉമൈർ പറയുമ്പോ കയ്യിലുള്ള കീസ് ഉമൈർ മിസ്അബ് തങ്ങളതാ ഉപ്പയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ആ കവർ കൊടുത്തു ഇട്ട വസ്ത്രവുമായി തിരിച്ചു പോരുന്ന സമയത്ത് വീണ്ടും പിതാവ് വിളിച്ചുകൊണ്ട് പറയുന്നു, മിസ്അബ് നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതും എന്റെതല്ലേ, അതുകൊണ്ട് മുഹമ്മദിന്റെ മതത്തിലേക്കാണ് യാത്രയെങ്കിൽ ആ വസ്ത്രവും ധരിക്കാൻ പാടില്ല. മിസ്അബ് ബിൻ ഉമൈർ തങ്ങളോട് പിതാവ് പറയുമ്പോ മിസ്അബ് തങ്ങളതാ മെല്ലെ മെല്ലെ അവിടുത്തെ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുകയാണ്. ഷർട്ട് അഴിച്ചുകൊണ്ട് പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പിതാവ് പറയുന്നു, അഴിക്കണം പാൻസും. അങ്ങനെ അതും അഴിച്ചു കൊടുക്കുന്നു. അവസാനം അടിവസ്ത്രത്തില് മാത്രം നിൽക്കുന്ന സമയത്ത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരൽപ്പം ഇല കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇല കൊണ്ട് ഗുഹ്യ ഭാഗങ്ങൾ മറച്ചു പോരാൻ നിൽക്കുന്ന സമയത്ത് പിതാവ് വീണ്ടും പറയുന്നു, അടിവസ്ത്രം ധരിച്ചത് അതും എന്റെ പണം കൊണ്ടല്ലേ മിസ്അബ്, അതുകൊണ്ട് അടിവസ്ത്രവും വഹിച്ചു വെക്കണമെന്ന് സ്വന്തം പിതാവ് മിസ്അബിനോട് പറയുമ്പോ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അടിവസ്ത്രം വഹിക്കുകയാണ്. ഇന്നലെ വരെ വ്യത്യസ്തങ്ങളായ സമയത്ത് വ്യത്യസ്തങ്ങളായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മദീന പട്ടണത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ഇന്നെനിക്ക് മദീനയിലേക്ക് ഇറങ്ങാൻ ഒരടിവസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥ വന്നു പോയല്ലേ. പക്ഷേ മിസ്അബ് തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമായില്ല, ഒരു ബുദ്ധിമുട്ടുമായില്ല.
അടിവസ്ത്രവും വഹിച്ചുകൊണ്ട് പിതാവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. പിതാവ് ഇത് മുഴുവനും കൊണ്ടുപോയി അപ്പുറത്തുള്ള തീയിലിട്ട് കരിക്കുന്നു. ആ സമയത്ത് മിസ്അബിനദാ വീട്ടിൽ നിന്നും പിതാവ് ഇറക്കുകയാണ്. മുഹമ്മദിന്റെ മതത്തിലേക്കാണ് യാത്രയെങ്കിൽ വേഗമിറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. മിസ്അബ് തങ്ങളോട് ഉമൈർ അവിടെ നിന്ന് ആജ്ഞാപിക്കുമ്പോൾ മിസ്അബ് തങ്ങൾ മുന്നിലൂടെ ഇറങ്ങി ബാക്കിലൂടെ അടുക്കള ഭാഗത്തിലൂടെ ഉമ്മയുടെ സമീപത്ത് ചെന്നുകൊണ്ട് പറയുന്നു, എനിക്കാ മദീനത്തെ പള്ളിയിലൊന്നെത്തണം. അവിടെ എന്റെ ഒരുപാട് കൂട്ടുകാരനെ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ധരിക്കാൻ ഒരു കഷ്ണം തുണി തരുമ്പോ ഉമ്മ. മിസ്അബ് തങ്ങൾ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ ഉപ്പയുടെ സമീപത്ത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഉമ്മയോട് പതുക്കെ കാര്യം പറഞ്ഞ് കാര്യം നേടാറില്ലേ? ഇതുപോലെ മിസ്അബ് തങ്ങൾ ബാക്കിലൂടെ ചെന്ന് ഉമ്മയോട് പറയുമ്പോ ഉമ്മയും പറയുന്നു, ഇല്ല പോലെ മുഹമ്മദിന്റെ മതത്തിലേക്കാണെങ്കിൽ നിനക്കിവിടെ യാതൊരു വസ്ത്രവുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് മിസ്അബ് തങ്ങൾ വളരെ സങ്കടത്തോടെ വീണ്ടും ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു തുണി കഷ്ണം തന്നാൽ മതി, എന്റെ നഗ്നതയൊന്ന് മറക്കാൻ, എന്റെ ഗുഹ്യ ഭാഗങ്ങളൊന്ന് മറക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു കഷ്ണം തരുമോ? ആവർത്തിച്ച് ചോദിച്ചപ്പോ നൊന്ത് പ്രസവിച്ച മാതാവിന്റെ മനസ്സിൽ ചെറിയൊരു അലിവ് തോന്നുകയാണ്. ഉമ്മ വളരെ പെട്ടെന്ന് അവിടെ അടുക്കളയിൽ ഉപയോഗിക്കാറുള്ള ചെളിയും കരിയും പുരണ്ട കമ്പിളിയുടെ കഷ്ണം കൊടുത്തുകൊണ്ട് മിസ്അബിനോട് പോകാൻ വേണ്ടി പറയുന്നു. മിസ്അബ് തങ്ങൾ ഈ കരിയും ചെളിയും പുരണ്ട കൈക്കല കഷ്ണം എടുത്തുകൊണ്ട് കമ്പിളിയുടെ കഷ്ണം പുനഗ്നത മറച്ചുകൊണ്ട് മദീന പള്ളിയിലെ ഹബീബായ നബി തങ്ങൾ ദർസെടുക്കുന്ന സദസ്സിലേക്ക് വരികയാണ്. മിസ്അബ് തങ്ങൾ രാത്രിയാകാൻ കാത്തിരിക്കുന്നു. രാത്രിയായപ്പോ മിസ്അബ് തങ്ങൾ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബി തങ്ങൾക്ക് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് നോക്കിപ്പോയി. ആരാണ് ഇങ്ങനത്തെ ഒരു ദയനീയാവസ്ഥയിൽ വരുന്നത്? നോക്കുമ്പോ അത് മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ മിസ്അബ് തങ്ങളെ കണ്ടതും വളരെ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അല്ല നബിയെ, എന്തേ മിസ്അബ് വന്നപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞത്? ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഈ അടുത്ത കാലത്തായി എന്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു ടെൻഷൻ ഉണ്ടായ ദിവസമില്ല. മിസ്അബിന്റെ വരവ് കണ്ടുകൊണ്ട് എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയെന്ന് ഖാല റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്തിനു വേണ്ടിയാ ഞാനിത് പറഞ്ഞത്? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി എല്ലാം കൊടുത്തു. മാതാപിതാക്കൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കൊടുത്തു. കൊട്ടാരം കണക്കെയുള്ള വീട് കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു, ജീവിതം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, എല്ലാം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. അവസാനം നഗ്നനായി അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് വന്നപ്പോ സ്വഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വഹാബാ, നാളെ സ്വർഗത്തിലെ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിപ്പിക്കുന്നത് അത് മിസ്അബ് ബിൻ ഉമൈറിനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കുടുംബത്തെ ഒഴിവാക്കി, വസ്ത്രങ്ങൾ ഒഴിവാക്കി, കൊട്ടാരങ്ങളൊക്കെയുള്ള വീട് ഒഴിവാക്കി, ഹബീബായ നബി തങ്ങളെ സവിധത്തിലേക്ക് ചെളിയും കരിയും പുരണ്ട കമ്പിളി പുതച്ചു വന്ന മിസ്അബിനാണ് സ്വർഗത്തിലെ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിപ്പിക്കുക എന്ന് സഹാബാക്കളോട് നബി തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുഅ്മിനീങ്ങളെ, നമ്മുടെ ആവലാതി ബോധിപ്പിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ വെക്കാൻ, നമ്മുടെ പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാൻ ഏകമാർഗമായി നമ്മുടെ മുമ്പിൽ യജമാൻ
യജമാനനായ റബ്ബ് വെച്ച് തന്ന വ്യക്തി അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് യാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി, അവിടുത്തെ വാതായനങ്ങൾ ഓതാൻ വേണ്ടി, അവിടുത്തെ മദ്ഹ് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. അല്ലാഹുവേ, സാധുക്കളായ നിങ്ങളുടെ ഈ സദസ്സും ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു കാരണമായി സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് ഒരുപാട് ഉമ്മമാരും മാതാപിതാക്കളും രക്ഷിതാക്കളും നാട്ടുകാർ ചെറിയ മക്കളും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹ്, ഇത്രയും ദൂരം സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്. ഇത് കാരണമായി സ്വർഗത്തിൽ വലിയ പദവി നൽകുന്ന വിഭാഗത്തിൽ സാധുക്കളായ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്, വസ്ത്രം നൽകുന്നവരുണ്ട്, ഹദിയ നൽകുന്നവരുണ്ട്, ചെലവ് കൊടുത്തയക്കുന്നവരുണ്ട്. ഈ പള്ളിയെ മദ്രസയെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്.